നമ്മുടെ ഈ വരവിന്റെ ഉദ്ദേശം ലിബിയുടെ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹം സാധിക്കാനാണ് കേട്ടോ. നമ്മള് തൃശ്ശൂരൊന്ന് കറങ്ങാൻ വന്നതാണ് കേട്ടോ. കറങ്ങാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലെൻസ് കാർട്ടിൽ നിന്ന് ഒരു കണ്ണാടി എടുക്കണം, പിന്നെ ഒരു കറക്കം. അപ്പൊ ഇത് പണ്ട് പൊന്നു സ്പീച്ച് തെറാപ്പിക്ക് വന്നിരുന്ന ഒരു പള്ളിയാണ്. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിക്ക് കയറിയതാണ്. അപ്പൊ ആദ്യം ഞാൻ പഠിച്ച കോളേജ് കാണണം എന്ന് ലിപിക്കൊരു ആഗ്രഹം. നമ്മൾ നേരെ കേരളവർമ്മ കോളേജിലേക്കാണ് പോണത്. ഞാനും സത്യം പറഞ്ഞാൽ കേരളവർമ്മയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ അധികം പ്രാവശ്യം കേരളവർമ്മയിലേക്ക് പോയിട്ടില്ല. അപ്പൊ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഞാനും കേരളവർമ്മയിൽ പോണത്. പോയി നോക്കാം, മുള്ളി കയറാൻ പറ്റുമെന്ന് തോന്നിയില്ല. എന്റെ ഗേറ്റ് കണ്ടിട്ട് പോരാ. ഗ്രൗണ്ടിലൊക്കെ കളിച്ചായിരുന്നു കേട്ടോ. ഏയ് ഗ്രൗണ്ടിലൊന്നും അധികം പറഞ്ഞില്ല. അപ്പൊ പഠിത്തത്തിലാണല്ലോ മെയിൻ. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ ഗ്രൗണ്ടിൽ വരേണ്ട കാര്യമല്ലോ. കാണാനല്ലോ. കോളേജ് പൊളിച്ചു മാറ്റി. കുറച്ചുകൂടി പോകണ്ട്. അതാ നേരെ കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കട്ടെ കേട്ടാ. സമ്മതിക്കാൻ സാധ്യതയില്ല, പോയി നോക്കാം. ഞാൻ പഠിക്കുമ്പോഴുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ. അവിടെ നിന്നാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാറ്. ഒന്ന് കാണാൻ പറ്റുമോ ഇവിടെ? പഴയൊരു സ്റ്റുഡൻ്റാണ്. അതെയാ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോരാ. ആ ശരി, താങ്ക്സ്. ആ ചേട്ടൻ നമ്മളോട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കണ്ടോന്ന് പറഞ്ഞു. അധികം ഉള്ളിൽ പോണ്ട. ശരി, താങ്ക്സ്. കുന്നംകുളം. ഞാൻ അവിടെ കയറാൻ പറ്റും തീരെ വിചാരിച്ചില്ല. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതുണ്ട് കോളേജില്. പണ്ട് സമരവും അടിയൊക്കെ ആകുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ ആരെയും പുറത്തുനിന്ന് കയറ്റി. കയറുകയാണെങ്കിൽ തന്നെ ID കാർഡ് ഇതൊക്കെ ചോദിക്കും. ആ ഞങ്ങൾ കയറി. അടിപൊളി. കുഴപ്പമില്ല. ചോറാണോ? അവിടെ ഒരു വാങ്ങിയില്ല. കുന്നംകുളത്തെ ഷോറൂമിൽ കിട്ടാണ്ടാണ് നമ്മള് തൃശ്ശൂര് തപ്പി ചെയ്യുന്നത് കേട്ടോ. കുന്നംകുളത്തെ ഒരു ചെറിയൊരു റൂമാണ്, പക്ഷെ അവിടെ ഒരു 4-5 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആകെ ഒരെണ്ണമാണ് നമുക്ക് പറ്റിയത് കിട്ടും. ജോണേട്ടനാണോ? ജോണാലുക്കാസ.
നമ്മൾ തൃശ്ശൂരിലത്തെ രണ്ടാമത്തെ ലെൻസ് കാർഡിൻ്റെ ഷോറൂമിൽ കയറി. അവിടെ എനിക്ക് പറ്റിയത് ആകെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ നല്ല കുന്നങ്ങളാണ്. ഓപ്ഷൻ ഇല്ല കേട്ടോ, ആകെ 2 ഉള്ളത് ഇവിടെ. നമ്മുടെ ഈ വരവിന്റെ ഉദ്ദേശം ലിബിയുടെ കുറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹം സാധിക്കാനാണ് കേട്ടോ. ഇപ്പൊ നമ്മള് സെലക്സ് മാളിലാണ് കിഴക്ക് കോട്ടയിൽ. കുറെ സമയമുണ്ട്, അപ്പൊ എന്താ ചെയ്യാ, സർപ്രൈസ് കൊണ്ടിട്ട് തന്നതാ. എസ്കലേറ്ററിന്റെ ഇവിടെ അതാ അങ്ങോട്ട് ഒരു വലിവ്. കയറിക്കോ, ഞാൻ പിന്നെ വരാം. ലിബി സാധനമൊക്കെ മേടിച്ചു. പേ ചെയ്യാൻ നോക്കുമ്പോ നെറ്റില്ല. മോളിക്കൊന്നോ ചോക്കോബാർ വേണോ എനിക്ക്? ആ ഒന്ന് എസ്കലേറ്ററിൽ കയറിയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചപ്പോൾ പൊന്നു ഹാപ്പി ആയിരുന്നു. വരുന്നു അമ്മ. നമ്മള് ഫുഡ് അടിക്കാൻ വന്നാട്ടോ. എല്ലാവർക്കും കുറേശ്ശെ വിഷം തുടങ്ങിയിട്ട് വാശിയൊക്കെ വരാൻ തുടങ്ങി. അപ്പം നിങ്ങള് ഫുഡ് അടിക്കാൻ വേണ്ടി വന്ന നമ്മുടെ നടുവിൽ അതിലുള്ള വുമൻസ് ഫുഡ് കോർട്ടില്ലേ അവിടെ. രണ്ട് പാക്കറ്റ് എത്ര? ഇവിടെ പ്രാവിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇവിടെ അവിടെ പുത്തമ്പള്ളി ഉണ്ടോ അവിടെ അകലത്ത്? ആ അതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ. അതാ അവിടെ ഇരിക്കുന്നു. ഞാൻ അതാ അവിടെ ഏകാന്തതയിൽ ഇരിക്കുന്നുണ്ട്. ഈ സിനിമയില് കാണുമ്പോഴും അതുപോലെ ഞാൻ വല്ലപ്പോഴൊക്കെ പറയണൊക്കെ കേട്ടിട്ടേ ഈ വടക്കുന്നാന് മുമ്പിൽ വന്നിരിക്കുന്നത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പോസിറ്റിവിറ്റി ഉണ്ട്. നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഈ പിള്ളേര് പിരിപിരി നടക്കുന്ന ഒഴിച്ച് വേറെ പ്രശ്നം
അപ്പോൾ കുറേ കാലമായിട്ടുള്ള ലിബിയുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ വന്നിരിക്കണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ തൃശ്ശൂർ വരുമ്പോൾ അത് നട്ടുച്ചയ്ക്കൊക്കെ ആവും. അപ്പോൾ ഇവിടെ വന്നിരിക്കൽ നടക്കില്ല. അപ്പോൾ ഇന്നത്തെ വരവിൽ അപ്പോൾ ഇവിടെ വന്നിരിക്കാനുള്ള ഒരു കുറേ കാലത്തെ ഒരു ആഗ്രഹം കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ സഫലമാകുന്നത്. സാധാരണ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് കപ്പലണ്ടിക്ക് തിന്നുമ്പോൾ പ്രാവുകളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇന്നധികം പ്രാവുകളെ കാണാനില്ല. കപ്പലണ്ടിക്ക് മേടിച്ചിട്ടുണ്ടായി ഞങ്ങൾ. നല്ല ഫോട്ടോ ഒക്കെ കിട്ടുമല്ലോ പ്രാവിൻ്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട്. പക്ഷെ പ്രാവുകളൊന്നും കാണാനില്ല. കുടമാറ്റം നടക്കുന്നത് ഒരു സെറ്റ് ആന ഇവിടെ നിരക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ആ റോഡിൻ്റെ അവിടെയാണ് അടുത്ത സെറ്റ് ആനകൾ നിരക്കുക. ഇതിൻ്റെ നടുക്കാണ് ജനസാഗരം. എനിക്ക് വിരയനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ. അധികം തിക്കും തിരക്കൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല വൈബ്. എനിക്ക് ഈ പരിമല പള്ളിയിലേക്കൊക്കെ പോയ ഒരു ഫീൽ ആയിരുന്നു. അല്ല അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടിട്ടുണ്ട്. എന്ത് വിചാരിക്കട്ടെ, രണ്ടും ദൈവത്തിന്റെ സ്ഥലല്ലേ, അവര് സ്നേഹമായിട്ടിരുന്നോട്ടെ. അപ്പൊ ഇവിടെ വരുമ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇവർക്ക് ഇവിടത്തെ വൈബ് ഒരു ഇത് ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമല്ലേ. സമാധാനം. ഫാൻസി ആണോ? അല്ല, ടൂറിസം KSRTC മുകളിൽ ഇതില്ലാത്ത റൂഫില്ല. നമ്മുടെ എനിക്ക് ഇങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരാന്നുണ്ട്. പിന്നെ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ കുറച്ച് നടക്കാനും ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട്. എനിക്കല്ല പറഞ്ഞേ, പൊന്നും ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും കുറച്ച് വാശിക്കായി. അതാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ തിന്നിട്ട് കുറച്ചിങ്ങനെ സ്റ്റോപ്പൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. വാശിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൊന്നും കഴിക്കണമൊന്നുമില്ല കേട്ടോ. ഫോണിൽ തന്നെയാണ്. ഫോൺ മാറ്റി അവനും മാറുന്നത്. കുഞ്ഞലമ്പാവാതിരിക്കാൻ വേണ്ടി ഫോൺ കാണിച്ചിട്ട് ഇട്ടാണ്. നമുക്ക് ബൈപാസ് ഇത് കാണുമ്പോൾ കുറേ ആൾക്കാരെ ഇങ്ങനെ ജഡ്ജ് ചെയ്യും. കാരണം കുട്ടികൾക്ക് ഫോൺ കാണിച്ചു കൊടുക്കുകയാണോ. സ്വാഭാവികമായിട്ടും നല്ലൊരു ശീലമല്ല, ശരിയാണ്. പക്ഷെ നമ്മൾ കുട്ടികളുടെ മാത്രമല്ല, അവരുടെ കൂടെയുള്ള ആൾക്കാരുടെയും കൂടിയിട്ടൊരു ഇത് നോക്കണല്ലോ അല്ലേ, മെൻ്റൽ ഹെൽത്ത് നോക്കണല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫോണൊക്കെ കാണിച്ചു കൊടുക്കും, വേറെ വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലൊക്കെ പരിചയക്കാരെ കാണാറുണ്ട്. ഇന്നും ആരും കണ്ടിട്ടൊന്നുമില്ല. ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടാവും. ഭാര്യയെ കണ്ടപ്പോ ഓടിന്ന്. നീ എന്താ ഉദ്ദേശിച്ചത്? ഇവ കുടുംബ കലക്കൂട്ടാ. വെറുതെ അവനെന്താ പറഞ്ഞുകൂടാത്തത്? ഞാനിപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? പപ്സ് വായിൽ വെച്ചോട്ടെ. അമ്മയ്ക്ക് കൊടുക്കടാ. വേണ്ടാട്ടാ. ഓക്കെ, എന്തായാലും നല്ലൊരു ഇതായിരുന്നു. ഏട്ടനാ പറഞ്ഞ ഇവിടെ വന്ന സമയം എനിക്കൊക്കെ പോകാറുണ്ട്. ഞാൻ അജയനൊക്കെ സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവർക്ക് പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട് അവർക്ക്. ഞങ്ങൾ കപ്പലണ്ടിക്ക് മേടിച്ചിട്ടുണ്ടായിട്ടാ ഇവിടെ പ്രാവ് വരുന്നത്. ഇന്ന് പ്രാവുകളൊന്നും കാണാനില്ല. മറ്റേ സാധാരണ പ്രാവുകളൊക്കെ ഇങ്ങനെ നമ്മൾ കപ്പലണ്ടിക്ക് തിന്നണ കാണുമ്പോൾ പ്രാവുകൾ ഇങ്ങനെ ചെറിയിൽ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം പിന്നെ ഒരെണ്ണം രണ്ടെണ്ണൊക്കെ ആയിട്ട് പിന്നെ ഒരു കൂട്ടം പ്രാവുകളാവും. ഇന്ന് അധികം കാണാല്ലേ.
അപ്പോൾ എല്ലാവരുടെയും ക്ഷമ ഒരുവിധം അവസാനിക്കാറായി. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലാണ്. ജ്യൂസ് കുടിക്കണ? ജ്യൂസ് കുടിക്കാം.